അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് മാർഗ്രേറ്റ് മേരി. ഞാൻ കഞ്ചിക്കോടുന്നവരിന് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച കാലത്ത് പള്ളിയിൽ പോകാനായിട്ട് എനിക്ക് കാലത്ത് എനിക്ക് അധികം പ്രാർത്ഥിക്കാറൊന്നുമില്ല. പാട്രിക്കിൻ്റെ അത് 2 പ്രാവശ്യം അത് പ്രാർത്ഥിച്ചു. അന്നൊക്കെ എന്താ എനിക്ക് പ്രാർത്ഥിക്കണം തോന്നിയത്. എപ്പോഴും ഞാൻ ഉച്ചയ്ക്ക് ഇല്ലെങ്കിൽ വൈകുന്നേരത്തെ പ്രാർത്ഥിക്കാറ്. അത് പ്രാർത്ഥിക്കണം തോന്നി. അത് 2 പ്രാവശ്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞതും വാതിൽ തുറന്ന് പുറത്ത് എന്താ തുപ്പാനായിട്ട് പുറത്ത് ചെന്നു. അപ്പോൾ 6 ആകയാലും ഇരുട്ട് പോകാത്ത കാരണം അന്ന് ഇരുട്ട് പോലെ തന്നെ ഉണ്ടായിരുന്നു. 6:15 എന്താ ആ സമയം. അപ്പോൾ കതവ് തുറന്നതും ഒരു കാല് വെച്ച് രണ്ടാമത്തെ കാല് വെച്ചതും ഞാൻ പാമ്പിൻ്റെ മേലെയായിരുന്നു. പാമ്പിൻ്റെ മേലെ കാല് കെട്ടുതിരിയനായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞാൻ അതിൻ്റെ മുന്നേ തന്നെ ഒരിക്കൽ പോയിട്ട് വന്നത് ഞാൻ. അപ്പോൾ ഇവിടെ കയറിൽ ചവിട്ടുന്ന പോലെ ഉണ്ടായിരുന്നു, ചവിട്ടിയതും. അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ഇവിടെ കയറൊന്നും ഞാൻ ഇട്ടിട്ടില്ലല്ലോ, എന്താ കയറ് പോലെ ഉണ്ടല്ലോ എന്ന് പെട്ടെന്ന് ഞാൻ കാലെടുത്ത് വേഗം അകത്ത് കടന്ന് വാതിലിൻ്റെ അടുത്ത് നിന്ന് ലൈറ്റ് ഇട്ട് നോക്കുമ്പോൾ പാമ്പ്. ഒരു ആശ്വാസം, ചവിട്ടുമ്പോൾ ഒരു സുഖം കിട്ടാൻ നല്ല കയറിൻ്റെ ഇതുപോലെ തന്നെയായിരുന്നത് അത്. അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ പാമ്പ്. അപ്പോൾ കണ്ടത് പെട്ടെന്ന് എൻ്റെ കാലിൽ കൂടെ എന്തോ കയറി വരുന്ന പോലെ പേടിച്ച് അങ്ങനെ കൈയും കാലൊക്കെ വിറക്കി അങ്ങനെയെല്ലാം ചെയ്തു കയറി. അപ്പോൾ പെട്ടെന്ന് വേഗം അകത്ത് കയറുന്നത് ദൈവമേ ഇല്ല കടിച്ചിട്ടില്ല എന്നാൽ ഒരു വിശ്വാസം അപ്പോൾ തോന്നി. എന്നെ അതൊന്നും ചെയ്തിട്ടില്ല, കടിച്ചിട്ടില്ല. അപ്പോൾ ഇത് നോക്കുമ്പോൾ തല വന്നിട്ട് ചുമരിൻ്റെ ഓരത്തായി നിൽക്കുന്നുണ്ട്. അതിൻ്റെ വാലും ഉടലൊക്കെ കുറച്ച് നീങ്ങിയിട്ട് അതിൻ്റെ മേലെ ഞാൻ ചവിട്ടിയിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു വിശ്വാസം എനിക്ക് തോന്നി. അത് എന്നെ ഒന്നും ചെയ്തിട്ടില്ല. എന്നാലും എനിക്ക് നല്ല ഭയം. സമയം 6 ആകുമ്പോൾ കുർബാനയ്ക്ക് പോകണം. അപ്പോൾ വീട്ടിൽ ആരുമില്ല, പാമ്പ് അടിക്കാനായിട്ട് ആരുമില്ല. പിന്നെ ആ സമയത്ത് പോയി വിളിക്കാനായിട്ടും പറ്റില്ല. അപ്പോൾ സമയമായി, എനിക്ക് കുർബാനയ്ക്ക് പോകണതാ, പാമ്പടിക്കുക ഒന്നും എന്താ ചെയ്യുന്നത് അറിയാതെ പെട്ടെന്ന് എൻ്റെ ഒന്ന് കളയാൻ ആരുമില്ല. അപ്പോൾ പെട്ടെന്ന് ഞാൻ വേഗം എൻ്റെ കുർബാന മുടങ്ങുമല്ലോ പറഞ്ഞിട്ട് വേഗം ഡ്രസ്സും വരെ ഞാൻ വാതിൽ തുറന്ന് നോക്കുമ്പോൾ പാമ്പ് കാണാനില്ല. പാമ്പ് പോയി. പിന്നെ ആ കുർബാനയ്ക്ക് പോയി. കുർബാന കഴിഞ്ഞ് വന്ന് അച്ഛൻ്റെ കണ്ട് അച്ഛനെ പറഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് വന്നു. പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ അച്ഛൻ്റെ തലയിൽ കഴിച്ചുള്ള പ്രാർത്ഥന സ്വീകരിച്ചിട്ട് വന്നു. വീട്ടിൽ വന്നിട്ട് എനിക്ക് എന്താ ചെയ്യുന്നത്, ഡോക്ടറെ കാണാൻ പോവുക, ഇല്ലെങ്കിൽ ഇവിടെ വരണ, അല്ലെങ്കിൽ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ എന്താ ചെയ്യുന്നത് എനിക്കറിയില്ല. എന്നാലും മനസ്സിൽ ഭയങ്കര ഭയവും പേടിയും എല്ലാം അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് മന്ത്രിച്ച വെള്ളം അവിടെ നിന്ന് കൊണ്ടുപോകാറുണ്ടായിരുന്നു. ആ വെള്ളം എടുത്ത് തമിഴ്നാട് അടുത്തുള്ളവരാ അല്ല ഇവിടെ നിന്ന് ഞാൻ കൊണ്ടുപോകണ വെള്ളം, ഇവിടെ വരുമ്പോൾ കൊണ്ടുപോകണ വെള്ളം ഉണ്ടായിരുന്നു. ആ അച്ഛൻ മന്ത്രിച്ച് വെച്ചിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോകണ വെള്ളം ഉണ്ടായിരുന്നു. ആ വെള്ളം എടുത്ത് എൻ്റെ കാലിങ്ങനെ കഴുകി, ദൈവമേ ഒന്നും ഇല്ലാണ്ടിരിക്കട്ടെ, ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞോളാ മാതാവേ ഒന്നും ഇല്ലാണ്ടിരിക്കട്ടെ എന്നിട്ട് ഇങ്ങനെ കാല് കഴുകി വിട്ടു. പിന്നെ എന്നാലും മനസ്സിന് വല്ല ടെൻഷനും പേടിയൊക്കെ ആയപ്പോൾ സമയം 11 മണിയായി. അപ്പോൾ ഇവിടെ വരാനായിട്ട് തോന്നി. ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അച്ഛനില്ല, അച്ഛൻ വേറെ സ്ഥലത്ത് പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ കാര്യം പറഞ്ഞു, ചേച്ചി ഇങ്ങനെ ഞാൻ പാമ്പിനെ ചവിട്ടി എനിക്ക് പേടിയായിട്ട് വയ്യ, എന്താ ചെയ്യുന്നത് അറിയാതെ. അപ്പോൾ ചേച്ചി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ലൂക്ക 10:19 അത് പ്രാർത്ഥിക്കുമ്പോൾ അത് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഇപ്പം ശരി ചൊവ്വാഴ്ച വെള്ളിയാഴ്ച അങ്ങനെ വരാം, സാക്ഷ്യം പറയാം, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു നേർന്നു. മനസ്സുകൊണ്ട് പറഞ്ഞു ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്താം, സാക്ഷിയല്ല ദൈവത്തെ മഹത്വപ്പെടുത്താമെന്ന് പറഞ്ഞു. ആ നിമിഷം ഒരു ശക്തി ഇറങ്ങി വന്നുണ്ടാവും അല്ലേ? ഒരു മനസ്സിലേക്ക് ഒരു സമാധാനം കിട്ടി, നല്ലൊരു സമാധാനം കിട്ടി. ഒരായിരം നന്ദി പറയുന്നു ദൈവമേ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.